ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ അധികം പ്രശ്നങ്ങൾ ആദ്യ ടൈമിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു ഏജിൽ കല്യാണം കഴിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ 20s കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഞാൻ. കൂടുതലും ചോദ്യങ്ങൾ കേട്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. ചേച്ചിക്ക് കുഞ്ഞിലെ ആരാവാനായിരുന്നു ആഗ്രഹം? നമ്മുടെ മുകുന്ദനുള്ളിലൊക്കെ പറയില്ല ആരെങ്കിലൊക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് എവിടെയെങ്കിലും നിൽക്കാം, അതിൻ്റെ പുറകെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ അറിയില്ല. നമ്മുടെ ഒരാളുടെ ഇൻപുട്ട് അല്ല ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഗ്രൂപ്പ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഏഷ്യാവിലാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സപ്പോർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് അവരാണ്. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ് എന്താണ് എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ അതിൽ നമുക്ക് ടെൻഷൻ അടിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എൻ്റെ ഇഷ്ടമുള്ള ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നേരത്തെ നോക്കേണ്ടതായിരുന്നു. ശരിക്കും കുറേ കാലം എൻ്റെ വെറുതെ പോയി എന്നുള്ളൊരു തോന്നലുണ്ട്. എനിക്കൊരു നായികയാവണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ലൊരു നടിയാവണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഡേ ഡ്രീമർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റിന് നമുക്ക് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാം റീൽസ് കാണുന്നവർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്. സോ ഐ വെൽക്കം കാജൽ റിഷാദ്. വെൽക്കം ചേച്ചി. താങ്ക് യു. ഹൗ ആർ യു ചേച്ചി? എങ്ങനെ പോകുന്നു കണ്ടന്റ് ക്രിയേറ്റർ ലൈഫൊക്കെ? നന്നായിട്ട് പോകുന്നു. എങ്ങനെയാണ് ചേച്ചി കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങിയത്? ബേസിക്കലി ഞാൻ അത്ര വലിയ കണ്ടന്റ് ക്രിയേറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതിലേക്ക് മോൾഡ് ചെയ്ത് വന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ പഠിച്ചതുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ടൊരു ജോലിയല്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചതൊക്കെ ഞാൻ ലിറ്ററേച്ചറായിരുന്നു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്ത സ്പേസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്പേസിലായിരുന്നു, ഒരു അക്കാഡമിയിലായിരുന്നു. അതിനുശേഷം അപ്പോഴും നമുക്ക് ഈ ചെറിയ ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു, ചെറിയ ഇഷ്ടമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ മാതിരി നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ചാനലായിരുന്നു, ഞങ്ങൾ ആ ടൈമിൽ ഫോളോ ചെയ്തിരുന്ന ഒരു ചാനലായിരുന്നു ഏഷ്യാവിൽ മലയാളം. അപ്പോൾ അവിടെ ഒരു ഓഫർ കാണുന്നതും ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇട്ട് ഇവിടെ ഇൻ്റർവ്യൂവിന് കയറി അവിടെ ഓക്കെ ആയി. ഞാൻ റിസൈൻ ഇട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോഴും എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല ശരിക്കും പറഞ്ഞാൽ കോണ്ടന്റ് റൈറ്റിംഗ്. എനിക്കെല്ലാം അറിയാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു 3-4 എൻ്റെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരുടെ ഒരു ബലത്തിൻ്റെ പുറത്താണ് എടി എന്തെങ്കിലും ആവട്ടെ, നിന്നെക്കൊണ്ട് പറ്റും. കാരണം നമുക്കൊന്നും പറ്റില്ലെങ്കിലും അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഉറപ്പിനാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതും അവിടെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് കയറുന്നതും. പിന്നെ നമ്മുടെ ഒരാളുടെ ഇൻപുട്ട് അല്ല ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഗ്രൂപ്പ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അവിടെ അതായിരുന്നു, ഞങ്ങളവിടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് വർക്കിൽ നിന്ന് വരുന്ന കണ്ടന്റ്സ് ആണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഐഡിയ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാടധികം ഇൻപുട്സ് അവർ നമുക്ക് തിരിച്ചു തരും. അതിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഡെവലപ്പ് ചെയ്യുന്ന കണ്ടന്റ്സ് ആണ്. ഒരിക്കലും ഒരാളുടെ ആയിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നതും. പിന്നെ അവിടെ ഇപ്പോൾ 1 വർഷം നിന്നു. അതിനുശേഷം ഞാനിപ്പം ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു. ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലൈവ്ലി ആൻഡ് ഭയങ്കര ഹാപ്പി ഇൻ്റർവ്യൂസ് ആണ്. അപ്പം ചേച്ചി പേഴ്സണൽ ലൈഫിലും ചേച്ചി ഇങ്ങനത്തെ ഒരാളാണോ? ഇത്ര ലൈവ്ലി, ഇത്ര ഹാപ്പി ഗോയിങ് പേഴ്സൺ ആണോ? ഞാൻ എപ്പോഴും അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ടെൻഷൻസ് വലിച്ച് തലയിൽ വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്താ പറയുക, നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മളെ ഹാപ്പിയാക്കി നിർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വന്നതായിരിക്കും. കാരണം ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ അധികം സംസാരിക്കണം. ഭയങ്കര ചിരിച്ച് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ്. നമുക്കത് വേണമല്ലോ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി കൊടുത്താലാണ് ആളിൽ നിന്നും നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. ശരിയാ. റീസെന്റ് ആണ് ഞാൻ അറിഞ്ഞത് ചേച്ചി മാരീഡ് ആണ്, ചേച്ചിക്ക് ഒരു കുട്ടി ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ എങ്ങനെയാണ് ഒരു ഫാമിലി ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് ചേച്ചി കൊണ്ടുപോകുന്നത്? ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഫാമിലിക്ക് കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് തന്നെയാണ്. കാരണം ഞാൻ വളരെ ചെറിയൊരു ഏജിൽ കല്യാണം കഴിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ 20s കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഞാൻ. 2021 ആ ഒരു ടൈം. കാരണം എൻ്റെ ഏജ് കേട്ടോ 2021 കല്യാണം കഴിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ 10 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 7 വയസ്സാവുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പം എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു മദർ ഇൻ ലോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ പേര് അങ്ങനെ നിന്ന് പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്, അപ്പോൾ എനിക്കിങ്ങനൊരു കാര്യത്തിൽ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഞാനിപ്പം ആ ഒരു അക്കാഡമിയിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ നീതൂസ് എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ് അക്കാഡമിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ അത്രയും
സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബായിരുന്നു അത്. മാർക്കറ്റിങ്ങിൽ എനിക്ക് മന്ത്ലി ഏൺ ചെയ്ത് കിട്ടുന്ന ഒരു പൈസ ഉണ്ടായിരുന്നു. സെക്യൂർഡ് ജോബിൽ നിന്നും ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്കാണ് ഞാൻ ഇറങ്ങിയത്. കുറേ അധികം, അതായത് ഒരു 9 to 5 ജോബോ കാര്യങ്ങളോ ഒന്നും അല്ലാത്ത ഒരു ഫീൽഡിലേക്കാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പം അത് ആ ഫാമിലിയുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം നമുക്ക്. കാരണം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ അധികം പ്രശ്നങ്ങൾ ആദ്യ ടൈമിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടൊരു 3 years ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇറങ്ങിയപ്പോൾ പലരും എൻ്റെ അടുത്ത്, കാരണം ഞാൻ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് അധികമാരും ചോദിക്കില്ല, പക്ഷേ കൂടുതലും ചോദ്യങ്ങൾ കേട്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. എന്തിനാണ് അവളെ ഇങ്ങനെ ഒരു വർക്കിലേക്ക് വിടുന്നത് എന്ന് ചോദിച്ച് കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പുള്ളി പറഞ്ഞിരുന്നത് അത് അവളുടെ ഇഷ്ടമാണ്, അവളെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവളാണ് തീരുമാനിക്കേണ്ടത്, അതിൽ ഞാൻ പോലും ഇടപെടുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റാൻഡ് എടുത്തതുകൊണ്ടും അവരത്രയ്ക്കും കൂടെ നിന്നതുകൊണ്ടുമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നതും. ഇനി എനിക്ക് കുറേ അധികം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ എത്താൻ എൻ്റെ ഫാമിലി തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. ഞാനും വിചാരിച്ചു ഇങ്ങനെ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ചേച്ചി ഫോട്ടോസൊക്കെ കാണുമ്പോൾ തട്ടുവിടുന്ന ഒന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അത്രയും ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നൊരു ചിന്ത വന്നായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു മോന് 7 വയസ്സ് ആവുന്നു എന്ന്. അപ്പം ഇപ്പൊ ചേച്ചി പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു പ്രൈവസി പ്രശ്നം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലൈക്ക് മോനാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അവൻ ഇടയ്ക്ക് പറയും, ആരെങ്കിലും ചിരിച്ചുകൊണ്ട് വരുമ്പോൾ ഓ നിന്നെ തിരിച്ചറിഞ്ഞിട്ട് വരുന്നതായിരിക്കും എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അല്ലാതെ അവൻ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അവൻ അതിനുള്ള കാരണം ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ തിരിച്ചറിയുന്നത്. ഇപ്പം റീസെൻ്റ്ലി വാഴ കണ്ടപ്പോൾ, വാഴയിൽ ഹാഷിറിനെ കണ്ടപ്പോൾ ഇവൻ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്ന കുറേയധികം ഫേസസ് അതിനകത്തുണ്ടല്ലോ. ഇപ്പം അല്ലമീൻ്റെ ആണെങ്കിലും ഹാഷിറിൻ്റെ ആണെങ്കിലും ഒക്കെ. അപ്പം ഇവൻ പറയുമ്പം ഹാഷിറിനെ കണ്ടപ്പോൾ ചേട്ടാ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കും നീ അപ്പം എന്നെ കണ്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നതല്ല, അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ ആ ഒരു ഇതില്ല. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൻ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീല് കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. ചേച്ചി നേരത്തെ പറഞ്ഞു ചേച്ചി ക്രിയേറ്റീവ് ആവാൻ ഇഷ്ടമാണ്, ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചിക്ക് കുഞ്ഞിലെ ആരാവാനായിരുന്നു ആഗ്രഹം? എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമില്ലായിരുന്നു, ജീവിച്ചു പോയാൽ മതി എന്നായിരുന്നു. സത്യമായിട്ടും നമ്മുടെ മുകുന്ദനുണ്ണിയിലൊക്കെ പറയില്ല, ആരെങ്കിലൊക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് എവിടെയെങ്കിലും നിൽക്കാം, അതിന്റെ പറയുക എന്തെങ്കിലുമൊക്കെ ചുമ്മാ അറിയില്ല. ഇത് നേരത്തെ കല്യാണം കഴിച്ചത് അതുകൊണ്ടല്ല, ഞങ്ങൾ പയ്യെ കല്യാണം കഴിച്ചാൽ മതി, ഞങ്ങൾ മാരേജ് ആയിരുന്നു, പയ്യെ കല്യാണം കഴിച്ചാൽ മതി എന്നിങ്ങനെ ഓർത്തിരിക്കുമ്പോൾ. പക്ഷേ ഞാനും പുള്ളിയും തമ്മിലൊരു 8 വയസ്സിന് വ്യത്യാസമുണ്ട്, ഞങ്ങൾ ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നു, കാരണം പുള്ളിയെ പെട്ടെന്ന് എന്താണെങ്കിലും കെട്ടിക്കണം. കാരണം ഞാൻ 20 നിൽക്കുമ്പോൾ പുള്ളിക്ക് 28 ഓൾറെഡി ആയി. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഭയങ്കര, അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, നമ്മുടെ പ്ലാൻ എന്താ, ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് കെട്ടണമെന്ന് തന്നെ ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു, അത് വേറെ കാര്യം, ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ മതിയായിരുന്നു. പക്ഷേ സേഫാണ് അങ്ങനെ. ആ സമയത്ത് വീട്ടുകാർ ഇടിച്ചങ്ങ് കെട്ടിച്ച്. ചേച്ചി നേരത്തെ പറഞ്ഞു മാർക്കറ്റിംഗിലായിരുന്നു ആദ്യം, പിന്നെ ഏഷ്യാവില്ലിൽ വന്നു, ഇപ്പൊ സ്റ്റോറീസ് ബൈ ഒറിജിനൽസിൽ ആക്ടറാണ്, ഇന്റർവ്യൂർ ആണ്. അപ്പം ഈ ഒരു ഫേസ് ചേച്ചി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ സെൽഫ്? അയ്യോ, ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരുപാടധികം പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഇപ്പം ഇത്രയും വന്നു, കാരണം ഏഷ്യാവില്ലിൽ വന്നു, അവിടെ നിന്നൊരു ഫേസ് എനിക്ക് കിട്ടി. ആ ഫേസിൽ നിന്നുമാണ് ശരിക്കും ഏഷ്യാവിലാണ് എൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും വലിയ ഒരു സപ്പോർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നിന്നാണ് എനിക്ക് ഇത്രയധികം ഓഡിയൻസിനെ കിട്ടിയത്. കുറേയധികം ഇപ്പം പീക്കിരി പിള്ളേരാണെങ്കിൽ പോലും കുറേയധികം പേരുണ്ട് നമുക്ക്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് ചേച്ചിയാന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാം ആളാരാന്ന്. അപ്പൊ ഏഷ്യാവില്ലിന്ന് കിട്ടിയ ഒരു കുറെ റീൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് ഡെയിലി നമ്മൾ ഈ മൊബൈലിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രൗഡാണ് ആ കാര്യത്തിൽ. കാരണം അവിടുന്ന് ശരിക്കും ഒരു 2 വർഷത്തിൽ എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതല്ല, അത് വലുതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇങ്ങനെ തന്നെ അങ്ങ് നല്ല രീതിയിൽ പോയാൽ മതി എന്ന് മാത്രമേ ഒരു ഇതുള്ളൂ. ഇപ്പൊ മോന് വെക്കേഷൻ ആണല്ലോ അല്ലേ? അപ്പം ചേച്ചി ഇങ്ങനെ ബിസി ഷെഡ്യൂളില് ചേച്ചിയുടെ ഒരു ഡേ ഓഫ് എങ്ങനെയായിരിക്കും? ഓഫ് ഡേ ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ ആയിരിക്കും. എന്നാലും ആ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും? ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ.
ലേറ്റായിട്ട് എണീക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ ഉണ്ടെങ്കിൽ അവനും കിടന്നുറങ്ങിക്കോളും. കാരണം എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ എണീച്ചാൽ എൻ്റെ പുറകെ ഒരു 5 മിനിറ്റിനുള്ളിൽ എണീച്ച് വരും. ഞാൻ അവിടെ കിടന്നുറങ്ങിക്കോളും. അതുകൊണ്ട് ഞാനും കിടന്നുറങ്ങും. ഇപ്പോൾ ഒരു 9 മണി 9:30 വരെ കിടന്നുറങ്ങി എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും കഴിക്കലൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കലേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ പിന്നെ ഒന്നും ഉണ്ടാക്കില്ല. ഞാൻ ഇരിക്കുന്ന ദിവസമാണ് ശരിക്കും, ഞാൻ അല്ലെങ്കിലും വലിയ കാര്യമായിട്ട് കുക്ക് ചെയ്യാറില്ല, ഇടയ്ക്കേ ഉള്ളൂ. അപ്പം ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ വെളിയിൽ പോയി കഴിക്കും. ചിലപ്പം ഹസ്ബൻഡും കൂടെ ഉണ്ട് വെച്ചാൽ ഞങ്ങൾ 3 പേരും കൂടെ വെളിയിൽ പോകും. പിന്നെ ലുലുവിൽ, മെയിൻ ഞങ്ങളുടെ ഏരിയ ലുലു ആണ്, സ്ഥിര ഏരിയ ലുലു ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിങ്ങും നടക്കും, ആളവിടെ കളിച്ചോളൂ. അവൻ്റെ എൻ്റർടൈൻമെൻറ്റും നടക്കും, നമ്മുടെ എൻ്റർടൈൻമെൻറ്റും നടക്കും. അങ്ങനെ കാണും. പിന്നെ ചിലപ്പോൾ ഒരു ഓളത്തിന് നല്ല നല്ല പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം നല്ല പടങ്ങളുണ്ടെങ്കിൽ 2-3 പടങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ദിവസങ്ങളും ഉണ്ട്, ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ. അങ്ങനെയാണ്. പിന്നെ കൂടുതലും നമുക്കിപ്പം എഡിറ്റ് വരുന്നുണ്ട്, ഇപ്പം ഷൂട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പം നമുക്ക് എൻ്റെ പേഴ്സണൽ ഷൂട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യും. അങ്ങനെയൊക്കെ അങ്ങ് പോകും. ചേച്ചിയുടെ പ്രൊഫൈൽ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ടെന്ന് വെച്ചാൽ, ചേച്ചിയുടെ പണ്ടത്തെ റീൽസ് തൊട്ട് അതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ കുറച്ച് ഫെയിം കിട്ടി കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് കളയും, നമുക്ക് കുറച്ച് ക്രിഞ്ചാന്നൊക്കെ തോന്നാറുണ്ടല്ലോ. പക്ഷെ ചേച്ചി അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? എനിക്ക് സമയം കിട്ടിയിട്ടില്ല എടുത്ത് കളയാൻ. ചിലപ്പോ ഇങ്ങനല്ലേ വന്ന വഴി ഇങ്ങനെ ആയിക്കൊണ്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. എനിക്കത് ഇടയ്ക്കെടുത്ത് നോക്കുമ്പോൾ ക്രിഞ്ചായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, പണ്ട് കൈ വെച്ചേക്കുന്ന കുറേ കോമാളിത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മേളിലേക്ക് പോകും. പിന്നെ നമ്മൾ തെരഞ്ഞെടുത്ത അടിയിൽ വന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മേളിലിട്ട് പോകും. എനിക്ക് വയ്യ, അവിടെ കിടക്കട്ടെ എന്ന് മടിയാ. അതുകൊണ്ടല്ലേ ഞാൻ വിചാരിച്ച്, അല്ല എന്തെങ്കിലും കാരണം പ്രത്യേകിച്ച് തരണമൊന്നുമില്ല. ചേച്ചിയുടെ സ്ഥലം കോതമംഗലത്തല്ലേ? അപ്പം അത് കുറച്ച് കാം ആൻഡ് പീസ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കൊച്ചി ഇത്ര ബിസി ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറിയപ്പം എന്താ തോന്നിയേ? ഏതാ ഇഷ്ടം, കോതമംഗലമാണോ കൊച്ചി ലൈഫാണോ? എനിക്ക് കൊച്ചിയാണ് ഇഷ്ടം. എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. ഇത് ഈ ആളുകളൊക്കെ പറയുന്ന അതിൽ ഒരു ലൂപ്പ് തന്നെയാണ്. എനിക്ക് ഇവിടെ തിരിച്ചു പോകാൻ തോന്നത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കൊച്ചി. കാരണം ഞാൻ കൂടുതലും നിന്നേക്കുന്ന ഇവിടെ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ കോതമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോതമംഗലത്തിന് ഞാൻ കല്യാണം കഴിച്ച് വന്ന സ്ഥലമാണ്. ചേച്ചിയുടെ സ്ഥലം? എൻ്റെ വീട് തൊടുപുഴ. പക്ഷെ ഞാൻ പഠിച്ചതൊക്കെ ഇടുക്കിയിലാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. ഉപ്പ പോലീസിലാണ്, ഉമ്മച്ചിയും ബ്ലോക്കിലായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇടുക്കിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ കംപ്ലീറ്റ്ലി ഇടുക്കി പൈനാവ് എന്ന് പറയും, കുറച്ച് ഹൈ റേഞ്ചാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പഠിച്ചതൊക്കെ. കാരണം ഒരു 12th വരെ ഞാൻ അവിടെയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറണമല്ലോ എന്നൊക്കെ ഓർത്ത് ഇടുക്കിയിൽ നിന്ന് മാറാന്നുള്ള രീതിയിൽ ഹോസ്റ്റലിലൊക്കെ വന്നൊന്ന് പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കോതമംഗലത്തിന് വരുന്നത്. പിന്നെ ഒരു 3 years കോതമംഗലമായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ടാണ് ഞാൻ പുള്ളീനെ പരിചയപ്പെടുന്നതും. പിന്നെ എൻ്റെ നാട് കോതമംഗലമായി. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം എൻ്റെ പേരൻസ് ഒക്കെ നിൽക്കുന്നത് തൊടുപുഴയാണ്. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു, വർക്ക് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ തൊടുപുഴയാണ് അവർ. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൊച്ചി കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോതമംഗലത്തിനേക്കാളും ഇഷ്ടം ഇടുക്കിയാണ്. കാരണം എനിക്ക് കുറേ അധികം നൊസ്റ്റാൾജിയ ഉള്ളത് അവിടെയാണ്. ഞാൻ 12 വർഷം നിന്ന സ്ഥലമാണ്. ചേച്ചി പറഞ്ഞു ലവ് മാരേജ് ആയിരുന്നു. അപ്പം അന്ന് ചേച്ചി കല്യാണം കഴിച്ച സമയത്ത് ചിലപ്പോൾ അത്ര അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ലായിരിക്കും ലവ് മാരേജ് ഒക്കെ, അല്ലേ? അപ്പൊ ലൈക്ക് എങ്ങനെയായിരുന്നു ആ ഒരു നിങ്ങളുടെ പ്രേമം, പിന്നെ കല്യാണം, ആ ഒരു ചേച്ചിയുടെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കസിനായിരുന്നു പുള്ളി. അപ്പോൾ ഇവളെ ഇടയ്ക്ക് 1-2 തവണ കോളേജിൽ കാണാൻ വന്ന വഴിക്ക് കണ്ടതാണ്. ശരിക്കും ആ ടൈമിൽ ആർക്കും അറിയില്ലായിരുന്നു. ഈവൻ അവളോട് പോലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേടിയായിരുന്നു. ഞങ്ങൾ അന്ന് ഫേസ്ബുക്കിൽ ത്രൂ ആണ് ചാറ്റിങ് വരുന്നത്. ഫേസ്ബുക്കിൽ ചാറ്റിങ് തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു 6-7 മാസം ഇങ്ങനെ ഡേറ്റ് ചെയ്തു. അതിനുശേഷം പുള്ളിയുടെ വീട്ടിൽ പുള്ളി പറഞ്ഞു, പുള്ളിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, ഒരുത്തായേ ഉള്ളൂ, അച്ഛനില്ല. അപ്പം പുള്ളിയുടെ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടീൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബേസിക്കലി ഞാൻ നോക്കിയപ്പോൾ പുള്ളി സെറ്റിൽഡ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, ജോലിയുണ്ട്, എല്ലാം ഓക്കെ ആയിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വേറെ കല്യാണം ആലോചിച്ചപ്പോൾ പുള്ളി അത് കാര്യം അവതരിപ്പിച്ചു. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാനന്ന് ചെറുത്, എന്നെ ഒരിക്കലും കെട്ടിച്ച് വിടത്തില്ല. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എന്താണെങ്കിലും എൻ്റെ പേരൻസ് കെട്ടിക്കത്തില്ല. ഞാൻ പറഞ്ഞു നടക്കൂല, ഈ സമയത്ത് നടക്കത്തേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഒരു ദിവസം
എനിക്കെന്തോ ഒരു വീട്ടിൽ വേറെ എന്തൊക്കെയോ ഇഷ്യൂസ് വന്ന് എന്തോ കല്യാണാലോചന അങ്ങനെ വേറെ എവിടുന്നോ കല്യാണം, നമ്മൾ ഈ അന്ന് വല്ല കുടുംബയോഗത്തിനും കല്യാണത്തിനൊക്കെ നമ്മൾ സാരി ഉടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കല്യാണാലോചന വരുന്ന ഒരു സമയമാണല്ലോ. അങ്ങനെ എന്തോ ഒരു കല്യാണാലോചന വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ ഇഷ്യൂ ആയി തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ വഴിയിൽ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു പുള്ളിയുടെ ഒരു ഫ്രണ്ടിനെ കൂട്ടി വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വന്നു. ശരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയും നാളും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടുകാർ അറിയുന്ന. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർക്കത് ഇച്ചിരി ബാഡായോ? ഇല്ലില്ല ഇല്ലില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രശ്നമില്ല. ഇല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ചേച്ചിയുടെ 15 വയസ്സ് ഉള്ള ചേച്ചിയോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയെന്ന് വെച്ചോ, ചേച്ചി എന്തായിരിക്കും പറയുന്നത്? ഇതൊക്കെ കുറച്ച് മുമ്പ് തുടങ്ങാൻ പാടില്ലായിരുന്നു, എൻ്റെ കുറെ നല്ല പ്രായം വെറുതെ പോയല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. എങ്ങനെ തോന്നാറുണ്ട്, കുറച്ചുകൂടി ആക്റ്റീവ് ആവാമായിരുന്നു കുറച്ച് മുമ്പ്. കാരണം നമ്മൾ ആ സമയത്തൊക്കെ നോക്കിയിരുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. കാരണം ഡിഗ്രി കഴിഞ്ഞു, PG ഞാൻ ഓൺലൈനിലെടുത്തു. അപ്പോഴത്തേക്കും കുഞ്ഞായി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അവൻ്റെ അടുത്ത് മാത്രം നിന്നാൽ മതി എന്നായി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ ബേസിക്കലി ഞാൻ നോക്കിയത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്ക് നോക്കിയിട്ടാണ് ഞാനിവിടെ ഒരു അക്കാഡമിയിൽ ഓൺലൈനിൽ അത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതിയായിരുന്നു, വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു 4 വർഷത്തോളം ഞാൻ ആ ഒരു കമ്പനിയുടെ വളർച്ചയിൽ ഒപ്പം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. കാരണം ഞാൻ സാലറി മാത്രമേ നോക്കിയുള്ളൂ. അതാകുമ്പോൾ എനിക്ക് രാവിലെ പോയാൽ വൈകിട്ട് തിരിച്ച് കുഞ്ഞിൻ്റെ അടുത്ത് വരാം. ഇപ്പോഴത്തെ പോലെ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നേരത്തെ നോക്കേണ്ടതായിരുന്നു. ശരിക്കും കുറേ കാലം എൻ്റെ വെറുതെ പോയി എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ ഇല്ല, കുഴപ്പമില്ല, ഇനി സെറ്റാവും. സമയമുണ്ട്. ചേച്ചി, വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഓഫ് ഹാപ്പിനെസ്? നമ്മൾ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഹാപ്പിനെസ് എന്താണ് എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമുക്ക് ടെൻഷൻ അടിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. പക്ഷേ ആ ടെൻഷൻസൊക്കെ അടിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളെ ഹാപ്പിനെസ് ആക്കാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു പാത്ത് നോക്കേണ്ടത് നമ്മളാണ്. എങ്ങനെ നമ്മളെ ഹാപ്പി ആക്കി വെക്കാം എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് ആ ഒരു വേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിൽ പോയിക്കോളും. ഇപ്പോൾ ചേച്ചിയെ ഒരാൾ വിളിച്ചിട്ട് ഇപ്പം എന്ത് കാര്യം വിളിച്ച് പറയുമ്പോഴേക്കും ചേച്ചി നോ പറയാത്ത, ഇപ്പൊ ചിലര് ഇപ്പൊ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ചായ കുടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോ പറയത്തില്ല, ചായ കുടിക്കാൻ, അങ്ങനെ എന്ത് കാര്യം പറഞ്ഞാലേക്കും ചേച്ചി നോ പറയാത്ത? ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചാൽ ഈ പറഞ്ഞ അതിൽ എന്തിനാണെങ്കിലും പോകും, നോ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനും ഓക്കെയാണ് ഞങ്ങൾ. കാരണം പക്ഷെ എൻ്റെ ക്ലോസ് സർക്കിളുണ്ട് കേട്ടോ. അത് ചിലപ്പം അതിനപ്പുറത്തേക്ക് ഞാൻ വല്ല ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ഷൂട്ടിലൊക്കെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും വരാൻ പറ്റത്തില്ല, അങ്ങനെ വല്ലതും മിസ്സായി പോയാൽ മാത്രമേ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ. കാരണം എനിക്കത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് അവരാണ്. ഞാൻ വിട്ട് കളയാൻ ആഗ്രഹിക്കാത്ത കുറേ പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. ചേച്ചിയുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, എൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഹൂ ഈസ് കാജൽ റിഷാദ്? കാജൽ റിഷാദ് ആരാ എന്ന് ചോദിച്ചാൽ ചേച്ചിയുടെ മറുപടി എന്തായിരിക്കും? കുറേ അധികം സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. കുറേ അധികം സ്വപ്നങ്ങൾ. എനിക്കൊരു നായികയാവണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ലൊരു നടിയാവണമെന്നുണ്ട്. അതിനൊരുപാടധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോഴും പലരും ചിലപ്പോൾ കളിയാക്കും നമ്മളെ, ഇനിയിപ്പോൾ ഈ ഏജിൽ എന്താവാൻ. പക്ഷെ അല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് എന്നൊരു പ്രായമില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കും ഒരു ഡേ ഡ്രീമർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കര ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് ലിറ്ററലി. അപ്പൊ എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, ഒരു നടിയായി കാണാൻ പറ്റട്ടെ, ഉടനെ തന്നെ മിനി സ്ക്രീനിലൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചേച്ചിയുടെ ടൈം ഇത്രയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ഫോർ കമ്മിങ് ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.